ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിലെ അവസാനത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ, സോഷ്യൽ സയൻസിൽ നിന്നുള്ള 12ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്നതാണ്. സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വിഴിഞ്ഞം എന്ന് സംഘകാല കൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും ഈ പ്രദേശം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു തുറമുഖം എന്ന നിലയിലും അതുപോലെ എന്താണ് വ്യാപാര കേന്ദ്രം എന്ന നിലയിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ വിഴിഞ്ഞം എന്ന് പറയുന്നത്. CE 9-10 നൂറ്റാണ്ടുകളിൽ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ആയ് രാജവംശത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഏത് വിഴിഞ്ഞം എന്ന് പറയുന്നത്. ലീലാതിലകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണപിഷാരടി പാണ്ഡ്യരാജാക്കന്മാരാൽ പരാജയപ്പെട്ടു ആയ്ക്കുടുംബം ആയ്ക്കുടി ഉപേക്ഷിച്ചു വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലീലാതിലകത്തിൻ്റെ വ്യാഖ്യാനം ആരാ വ്യാഖ്യാനം ചെയ്തത്? ആറ്റൂർ കൃഷ്ണപിഷാരടി. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച എന്താണ്? പാണ്ഡ്യന്മാരാൽ പരാജിതരായ ആയ് രാജാക്കന്മാർ എന്ത് ചെയ്തു? അവരുടെ ആയ്ക്കുടി എന്ന് പറയുന്ന ഒരു കുടിയൊക്കെ ഉപേക്ഷിച്ചിട്ട് എവിടേക്ക് കുടിയേറി പാർത്തു? വിഴിഞ്ഞത്തേക്ക് കുടിയേറി പാർത്തതായിട്ടാണ് പറയുന്നത്. ഉദ്യോധനസൂരി എന്ന ജൈന മുനി രചിച്ച കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് പരാമർശിച്ചിരിക്കുന്നു. അപ്പോൾ വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് പരാമർശിച്ചിരിക്കുന്നത് ഏത് കൃതിയിലാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? കുവലയമാല എന്ന കൃതിയിലാണ്. ആരാണ് കുവലയമാല രചിച്ചത്? ഉദ്യോധനസൂരി എന്ന ജൈന മുനിയാണ്. ഉദ്യോധനസൂരി എന്ന ജൈന മുനിയാണ് അദ്ദേഹമാണ് കുവലയമാല എന്ന് പറയുന്ന കൃതി രചിച്ചത്. അതിൽ വിഴിഞ്ഞത്തെ പറയുന്നത് എന്താണ്? വിജയപുരി എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. പാണ്ഡ്യരാജാവായ നെടുഞ്ചെഴിയൻ്റെ ശാസനത്തിൽ ഇവിടുത്തെ കോട്ടയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പാണ്ഡ്യരാജാവായ ആരാണ്? നെടുഞ്ചെഴിയൻ്റെ ശാസനത്തിൽ ഈ വിഴിഞ്ഞത്തെ കോട്ടയത്തെ പറ്റി പരാമർശമുണ്ട്. സംഘകാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ തുറമുഖമായിരുന്നു എന്ന് വിദേശ സഞ്ചാര സാഹിത്യകൃതിയായ പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീയിൽ പറയുന്നുണ്ട്. അപ്പോൾ വിദേശ സഞ്ചാര സാഹിത്യകൃതിയാണ് ഏത്? പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താണ്? വിഴിഞ്ഞം എന്ന് പറയുന്നത് പുരാതന കാലം മുതൽക്ക് തന്നെ എന്താണ്? ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു എന്നാണ് പറയുന്നത്. കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഉത്ഖനനത്തിൽ ഈ പ്രദേശത്തിൻ്റെ സമീപത്തായി നിലനിന്നിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ സമീപത്തായിട്ടൊരു കോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ കോട്ടപ്പുറം എന്ന സ്ഥലനാമം ഇപ്പോഴും വിഴിഞ്ഞത്തിന് സമീപത്തുണ്ട്. ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ പാത്രങ്ങളുടെയും മറ്റ് വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, റോമൻ നാണയങ്ങൾ മുതലായവ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനക്കാരും പിന്നെ റോമൻകാരുമൊക്കെ നമ്മുടെ വിഴിഞ്ഞവുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുപോലെ തന്നെ റോമൻ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതും എന്താണ്? പുരാവസ്തു തെളിവുകളാണ്. അപ്പോൾ ഈ പുരാവസ്തു തെളിവുകൾ നമ്മുടെ പ്രാചീന കാലത്തെ വിദേശ വ്യാപാര ബന്ധത്തിൻ്റെ സൂചനകൾ കൂടി ആണ്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ഗുഹാക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ പൗരാണികത വ്യക്തമാക്കുന്നു. അപ്പോൾ ഇവിടെ എന്തുണ്ട്? വിഴിഞ്ഞത്തിന് സമീപം പ്രാചീന ഗുഹാക്ഷേത്രമുണ്ട്. ഇത് ഈ പ്രദേശത്തിൻ്റെ പൗരാണികത വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. വിവിധ ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ടവർ സഹിഷ്ണുതയോടെ വസിക്കുന്ന ഈ പ്രദേശത്ത് വ്യത്യസ്ത മതസ്ഥരുടെ ധാരാളം ആരാധനാലയങ്ങൾ കാണാം. അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത എന്താണ്? വിവിധ ജാതിയിൽപ്പെട്ടവർ ഇവിടെ വസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? വ്യത്യസ്ത മതത്തിലുള്ളവരുടെ, ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളിയായാലും മുസ്ലിം പള്ളിയായാലും അതുപോലെ അമ്പലങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുലർത്തിപ്പോകുന്നൊരു സ്ഥലമാണ് വിഴിഞ്ഞമെന്ന് കാണാം. പ്രാചീന തുറമുഖമായിരുന്ന വിഴിഞ്ഞം ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു തുറമുഖ കേന്ദ്രമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കറിയാം വിഴിഞ്ഞം എന്ന് പറയുന്നത് അത്യാധുനിക സൗകര്യങ്ങളൊക്കെയുള്ള ഒരു തുറമുഖമാണ് ഇന്നെന്ത് നമ്മുടെ വിഴിഞ്ഞം എന്ന് പറയുന്നത്. അപ്പം മുകളിൽ നൽകിയിരിക്കുന്ന ഈ പ്രാദേശിക ചരിത്രക്കുറിപ്പ് നമ്മൾ വായിച്ചു. ഈ കുറിപ്പ് തയ്യാറാക്കുന്നതിന് ഏതെല്ലാം സ്രോതസ്സുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു പുരാവസ്തു തെളിവുകൾ, ലിഖിതങ്ങൾ, സാഹിത്യകൃതികൾ, പിന്നെന്താണ്
നാണയങ്ങൾ, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള സ്രോതസ്സുകളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രാദേശിക ചരിത്ര സ്രോതസ്സുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചരിത്രം എന്ന് പറയുന്നത്. ചരിത്ര രചനയ്ക്ക് ആവശ്യമായ ഒട്ടേറെ തെളിവുകൾ ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാകും. അവ സമാഹരിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ചരിത്ര രചന എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്ര രചന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ചരിത്ര കൃതികളെയൊക്കെ, അതായത് ഓരോ കാലഘട്ടത്തിലെയും തെളിവുകൾ, ചരിത്ര രചനയ്ക്ക് ആവശ്യമായ തെളിവുകൾ എന്ത് ചെയ്യുന്നു? സമാഹരിച്ച് ശാസ്ത്രീയമായ വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതാണ് ചരിത്ര രചന എന്ന് പറയുന്നത്. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിശാലമായ മുഗൾ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇത്തരത്തിൽ വിശാലമായ രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ വ്യക്തിയുടെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാദേശിക ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തിയുടെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തൽ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. ഇനി ചരിത്രവും പ്രാദേശിക ചരിത്രവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. വിശാലമായ പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംഭവങ്ങളുടെയോ ചരിത്രം രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വിശാലമായ പ്രദേശം, അല്ലെങ്കിൽ ഒരു നാട്, അല്ലെങ്കിൽ ഒരു രാജ്യം, ഇവിടത്തെയൊക്കെ സംഭവങ്ങളുടെ ചരിത്രം പറയുന്നതാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ. ഇനി പ്രാദേശിക ചരിത്രം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂക്ഷ്മമായ ചരിത്ര അന്വേഷണത്തെയാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. എഴുതപ്പെട്ട രേഖകൾ, പുരാവസ്തു തെളിവുകൾ, ചരിത്ര അവശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചരിത്രം നിർമ്മിക്കുന്നു. അപ്പോൾ ചരിത്രം നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? എഴുതപ്പെട്ട രേഖകൾ, പുരാവസ്തു തെളിവുകൾ, ചരിത്ര അവശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്? ചരിത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് ചരിത്രം നിർമ്മിക്കുന്നത് ഇങ്ങനെയാണ്. അതുപോലെ പ്രാദേശിക ചരിത്രമാണെങ്കിൽ അവിടെ എന്തായിരിക്കും? പ്രാദേശിക ആഘോഷങ്ങൾ, രുചിശീലങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളും ചരിത്രരചനയുടെ ഭാഗമാകുന്നു. ഇനി ചരിത്രത്തിൽ നമ്മൾ ഭൂതകാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തും. അപ്പോൾ പ്രാദേശിക ചരിത്രം നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മുടെ ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങളുണ്ടാകും. ആ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുന്നതാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ചരിത്രവും പ്രാദേശിക ചരിത്രവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മളൊരു രാജ്യം മൊത്തത്തിലെടുക്കും, അല്ലെങ്കിൽ ഒരു പ്രദേശം മൊത്തത്തിലെടുക്കും. ഇനി പ്രാദേശിക ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രദേശം ആയിരിക്കും നമ്മൾ കണക്കാക്കി എടുക്കുന്നത്. ഇനി ചരിത്ര സ്രോതസ്സുകൾ എന്താണെന്ന് നോക്കാം. വിവിധങ്ങളായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചരിത്ര രചന നിർവഹിക്കുന്നതെന്ന് നമ്മളിപ്പോൾ കണ്ടു. ചരിത്രത്തെക്കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും ചരിത്ര രചനയ്ക്കുള്ള സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. അപ്പം നമുക്ക് എന്താണോ ചരിത്രം രചിക്കുന്നതിന് വേണ്ടി കിട്ടുന്നത്, ചരിത്ര രചനയ്ക്ക് വേണ്ടി കിട്ടുന്നത്, ആ എന്ത് വിവരമാണ് നമുക്ക് കിട്ടുന്നത്, ആ വിവരത്തെ എല്ലാത്തിനെയും കൂടി ചേർത്ത് നമുക്ക് എന്ത് പറയാം? സ്രോതസ്സുകൾ എന്ന്, ചരിത്ര രചനയ്ക്കുള്ള സ്രോതസ്സുകൾ എന്ന് പറയാം. നിശ്ചിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതും ഉപയുക്തമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നതുമായ ഏതൊരു വസ്തുവും ഒരു ചരിത്ര സ്രോതസ്സാണ്. അപ്പോൾ ചരിത്ര സ്രോതസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതും ഉപയുക്തമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നതുമായ ഏതൊരു വസ്തുവും എന്താണ്? ഒരു ചരിത്ര സ്രോതസ്സാണ് എന്ന് പറയാം. ചരിത്ര രചനയ്ക്ക് പ്രയോജനകരമായ പ്രധാന സ്രോതസ്സുകൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറയുന്നത്: പുരാവസ്തുക്കൾ,
സ്മാരകങ്ങൾ, സാഹിത്യകൃതികൾ, സഞ്ചാരക്കുറിപ്പുകൾ, പത്രങ്ങൾ, ഔദ്യോഗിക രേഖകൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ എന്താണ് പ്രധാന സ്രോതസ്സുകൾ, ചരിത്ര സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പുരാവസ്തുക്കളുണ്ടാകും, സ്മാരകങ്ങൾ, സാഹിത്യകൃതികൾ, സഞ്ചാരക്കുറിപ്പുകൾ, പത്രങ്ങൾ, ഔദ്യോഗിക രേഖകൾ എന്നിവയാണ് പ്രധാന ചരിത്ര സ്രോതസ്സുകൾ. ഇനി പുരാവസ്തുശാസ്ത്രപരമായ സ്രോതസ്സുകളുണ്ട്. പുരാവസ്തുവുമായി ബന്ധപ്പെട്ട പുരാവസ്തുശാസ്ത്രപരമായ സ്രോതസ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങളോ തെളിവുകളോ നൽകുന്നവയാണ്. അപ്പോൾ പുരാവസ്തു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തെക്കുറിച്ച് ഒരു തെളിവ് നമുക്ക് കിട്ടുന്നു. പുരാവസ്തു ആ സമയത്ത് ജീവിച്ചിരുന്ന മൃഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യരെക്കുറിച്ച് അവർ ഉപയോഗിച്ച വസ്തുക്കളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു, തെളിവ് കിട്ടുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട പുരാവസ്തു സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗുഹകൾ, പുരാലിഖിതങ്ങൾ, അതുപോലെ പുരാലിഖിതങ്ങൾ, നാണയങ്ങൾ, കൊട്ടാരങ്ങൾ ഇവയൊക്കെ പുരാവസ്തുശാസ്ത്രപരമായ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഇനി ശിലാസ്മാരകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടാകും. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മുടെ പൂർവികർ ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചിത്രം തന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില കല്ലുകളൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ഇതിനെയാണ് കുടക്കല്ല്. ഇത് തൊപ്പിക്കല്ലാണ്. തൊപ്പിയുടെ ആകൃതിയിലുള്ള ഒരു കല്ലാണ് തൊപ്പിക്കല്ല്. ഇത് മുനിയറ. അപ്പോൾ ഇതാണ് മുനിയറ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ശിലാസ്മാരകങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്രശേഷിപ്പുകളാണ് ശിലാസ്മാരകങ്ങളെന്ന് പറയുന്നത്. വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇവയെ മഹാശിലാസ്മാരകങ്ങളെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മഹാശിലാസ്മാരകങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശിലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മഹാശിലാസ്മാരകങ്ങൾ എന്ന് പറയുന്നത്. പുരാതന മനുഷ്യർ നിർമ്മിച്ച ഈ സ്മാരകശിലകൾ പോയ കാലത്തെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിലെ മറയൂർ, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ ലഭിച്ചിട്ടുള്ള പ്രധാന ഇടങ്ങൾ എവിടെയാണ് കേരളത്തിൽ ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലെ മറയൂർ, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ. അടുത്ത് നമ്മൾ നന്നങ്ങാടികളെ കുറിച്ചാണ് പറയുന്നത്. ഈ മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നന്നങ്ങാടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്ന ഭരണികളാണ് നമ്മുടെ നന്നങ്ങാടികൾ എന്ന് പറയുന്നത്. അപ്പം നന്നങ്ങാടി എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്ന ഭരണികളാണ് നന്നങ്ങാടികൾ എന്ന് പറയുന്നത്. ഇനി നമ്മളടുത്ത് ഗുഹകളെ കുറിച്ചാണ് പറയുന്നത്. ഗുഹകൾ കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നവയാണ് ഗുഹകൾ എന്ന് പറയുന്നത്. അപ്പം ഗുഹകളുടെ പ്രത്യേകത എന്താണ്? കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നവയാണ് ഗുഹകൾ. പ്രകൃതിദത്തമായ ഇത്തരം ഗുഹകളിൽ ചരിത്രാതീത കാലത്തെ മനുഷ്യജീവിതത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും മറ്റും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗുഹകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിദത്തമായ ഗുഹകളാണ് ഈ പറയുന്ന ഗുഹകൾ. അതിനുദാഹരണം ഏതൊക്കെയാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളാണ് നമ്മളിവിടെ പറയുന്നത്. എടയ്ക്കൽ, ഒന്നാമത്തത് എടയ്ക്കലാണ്. എവിടെയാണെന്ന് അറിയാലോ? വയനാട് ജില്ലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇനി മറയൂർ. അപ്പം മറയൂർ എന്ന് പറയുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് മറയൂർ. അതുപോലെ ആങ്കോട് എന്ന് പറയുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഗുഹയാണ് ആങ്കോട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ തെന്മല, കോട്ടുകൽ എന്നിവ കൊല്ലം ജില്ലയിലെ പ്രധാന ഗുഹകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗുഹകളെന്ന് പറയുന്നത്. ഇത്തരത്തിൽ കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി വകുപ്പുമാണ്. അപ്പോൾ ഗുഹകളൊക്കെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആരൊക്കെയാണ്? നമ്മുടെ ഇന്ത്യയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലും കേരളത്തിലാണെങ്കിൽ ആരാണ്? ആർക്കിയോളജി വകുപ്പുമാണ്. കേരള ആർക്കിയോളജി വകുപ്പുമാണ്.
ഇനി ഇടയ്ക്കൽ ഗുഹയുടെ ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇടയ്ക്കൽ ഗുഹ. പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിലൊന്നാണ് ഇടയ്ക്കൽ ഗുഹ എന്ന് പറയുന്നത്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് ഇടയ്ക്കൽ ഗുഹ. അപ്പോൾ ഇവിടുത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നവയാണ്. അപ്പോൾ എടയ്ക്കൽ ഗുഹയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ പറഞ്ഞു, എടയ്ക്കൽ ഗുഹ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നിന്നാണ്, വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും 10 കിലോമീറ്റർ മാറി അകലെയാണ് ഈ എടയ്ക്കൽ ഗുഹയുള്ളത്. ഇനി പുരാലിഖിതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിവെച്ചതോ സന്ദേശമോ വാചകമോ ആണ് ലിഖിതങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ലിഖിതങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു പ്രതലത്തിൽ വരച്ച് വെച്ചത്, അല്ലെങ്കിൽ അത് കൊത്തിവെച്ചത് ആയ സന്ദേശം അല്ലെങ്കിൽ വാചകം, ഇതിനെയൊക്കെ ചേർത്താണ് നമ്മൾ പുരാലിഖിതങ്ങളെന്ന് പറയുന്നത്. ഈ പുരാലിഖിതങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോഹത്തകിടുകൾ, ശിലകൾ, അതുപോലെ ഓലകൾ, ഇവയൊക്കെ എന്താണ്? പുരാലിഖിതങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ലിഖിത പഠനം അഥവാ എപ്പിഗ്രാഫിയെക്കുറിച്ച് പറയുന്നുണ്ട്. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനമാണ് ലിഖിത പഠനം. ചിലപ്പോൾ ഇങ്ങനെ പറയാം, ഓലകളിൽ എഴുതുന്നത്, ആ എഴുത്ത് വിദ്യയ്ക്ക് എന്ത് പറയും? അതും ലിഖിത പഠനമാണ്, എപ്പിഗ്രാഫി. ഇനി ലോഹത്തകിടുകളിലുള്ള പഠനവും എപ്പിഗ്രഫിയാണ്. ശിലകളെക്കുറിച്ചുള്ള പഠനവും എന്താണ്? ശിലകളിൽ ഉള്ള എഴുത്ത് വിദ്യ, ആ ലിഖിത പഠനത്തിനും നമ്മൾ എന്താണ് പറയുന്നത്? എപ്പിഗ്രഫി എന്നാണ് പറയുന്നത്. അപ്പോൾ ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ എന്നിവയെക്കുറിച്ചുള്ള എഴുത്താണ് ലിഖിത പഠനം. ഇനി ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ലിഖിതങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ലിഖിതങ്ങളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്? തരിസാപ്പള്ളി ലിഖിതം, കൊല്ലം ജില്ലയിൽ നിന്ന് കണ്ടെടുത്ത ലിഖിതമാണ് തരിസാപ്പള്ളി ലിഖിതം. അതുപോലെ ആലപ്പുഴയിൽ നിന്ന് കണ്ടെടുത്ത ലിഖിതമാണ് പാലിയം ശാസനം. അപ്പോൾ പാലിയം ശാസനം എന്ന് പറയുന്നത് ആലപ്പുഴയിൽ നിന്ന് കണ്ടെടുത്തു. ജൂതശാസനം എവിടെയാണ്? കൊച്ചിയിൽ, മട്ടാഞ്ചേരിയിൽ, എറണാകുളം ജില്ലയിലാണ് ജൂതശാസനം മട്ടാഞ്ചേരിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ലിഖിത ശാസനങ്ങളെന്ന് പറയുന്നത്. കേരളത്തിൽ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും നടത്തുന്നത് ആരാണ്? കേരള ആർക്കൈവ്സ് വകുപ്പാണ്. അപ്പോൾ കേരളത്തിൽ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? കേരള ആർക്കൈവ് വകുപ്പാണ്. ഇനി കോട്ടകളും കൊട്ടാരങ്ങളുമാണ് പറയുന്നത്. രാജ്യരക്ഷ, സൈനിക ആവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായി നിർമ്മിച്ചിരുന്ന കോട്ടകളെ ചരിത്രരചനയ്ക്കുള്ള പ്രധാന സ്രോതസ്സുകളായി പ്രയോജനപ്പെടുത്താം. കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും കോട്ടകൾ വിവരം നമുക്ക് നൽകുന്നുണ്ട്. പ്രധാനപ്പെട്ട കോട്ടകൾ ഏതൊക്കെയാണ്? ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട തുടങ്ങിയവ കേരളത്തിലെ പ്രധാന കോട്ടകളാണ്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകൾ ഏതെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? കണ്ണൂർ കോട്ട കണ്ണൂർ ജില്ലയിലാണ്, ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ്, പാലക്കാട് കോട്ട പാലക്കാടാണ്, അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി കോട്ടകളെ പോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് കൊട്ടാരങ്ങളും. കേരളത്തിലെ ചില പ്രധാന കൊട്ടാരങ്ങളുടെ പേരുകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കൊട്ടാരങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഇവിടെ തന്നിട്ടുള്ളത് പത്മനാഭപുരം കൊട്ടാരം, മട്ടാഞ്ചേരി കൊട്ടാരം, കിളിമാനൂർ കൊട്ടാരം, അറയ്ക്കൽ കൊട്ടാരം, കൃഷ്ണപുരം കൊട്ടാരം എന്നിവ കേരളത്തിലെ പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളാണ്. ഇപ്പോൾ പത്മനാഭപുരം കൊട്ടാരം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. മട്ടാഞ്ചേരി പാലസ് എന്ന് പറയുന്നത് കൊച്ചിയിലാണ്. കിളിമാനൂർ കൊട്ടാരം തിരുവനന്തപുരം ജില്ലയിൽ, അറയ്ക്കൽ കൊട്ടാരം കണ്ണൂർ, കൃഷ്ണപുരം കൊട്ടാരം അത് കോഴിക്കോട്. അങ്ങനെ കേരളത്തിൽ പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പറയുന്നത് ബേക്കൽ കോട്ടയെക്കുറിച്ചാണ്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. കാസർഗോഡ് ജില്ലയിൽ പള്ളിക്കര വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് ഇത് ഈ നമ്മുടെ ബേക്കൽ കോട്ട എന്ന് പറയുന്നത്. ഈ കോട്ടയ്ക്കുള്ളിൽ ആയുധപ്പുരകൾ, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണി എന്നിവ ഉണ്ട്.
ഇനി നമ്മൾ നാണയത്തെക്കുറിച്ചാണ് പറയുന്നത്. നാണയങ്ങൾ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ്. നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് അവ നമുക്ക് അറിവ് നൽകുന്നു. അപ്പോൾ നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ് നമ്മൾ പറയുന്നത്? നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാണയങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ കാണുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട നാണയങ്ങൾ ഏതൊക്കെയായിരുന്നു? കേരളത്തിൽ നിലവിലിരുന്ന കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ് തുടങ്ങിയവ പേരുകളിൽ അവ അറിയപ്പെട്ടു. അപ്പോൾ കാശെന്ന്, അച്ച്, അതുപോലെ പണം എന്നറിയപ്പെട്ടു. അനന്തരായൻ പണം, സുൽത്താൻ കാശ്, ഇതൊക്കെ കേരളത്തിൽ വിവിധ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നാണയങ്ങളാണ്. ഇനി ഈ നാണയത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്? ഒരു നാണയത്തിൽ നിന്ന് നമുക്ക് നാണയം നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തെ അറിയാൻ പറ്റും. അതുപോലെ നാണയം പുറത്തിറക്കിയ ഭരണാധികാരികളെക്കുറിച്ച് അറിയാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും അറിയാൻ പറ്റും. ഇനി വീരരായൻ പണത്തെക്കുറിച്ചാണ് പറയുന്നത്. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലിരുന്ന നാണയമാണ് വീരരായൻ പണം എന്ന് പറയുന്നത്. അപ്പോൾ കോഴിക്കോട് സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നതാണ് വീരരായൻ പണം. പഴയ വീരരായൻ, പുതിയ വീരരായൻ എന്നീ 2 വിധത്തിൽ നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഈ വീരരായൻ പണം 2 വിധത്തിലുണ്ട്. പഴയ വീരരായൻ പണവും പുതിയ വീരരായൻ പണവും. ഇനി വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമകുറി, സൂര്യൻ്റെ അടയാളം, സിംഹത്തിൻ്റെ അടയാളം തുടങ്ങിയവ ഇതിൽ കാണാവുന്നതാണ്. അപ്പോൾ വീരരായൻ പണത്തിൻ്റെ പ്രത്യേകത എന്താണ്? വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമകുറി, അതുപോലെ സൂര്യൻ്റെ അടയാളം, സിംഹത്തിൻ്റെ അടയാളം തുടങ്ങിയവ ഈ വീരരായൻ പണത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും സാമ്പത്തിക, സാംസ്കാരിക ചരിത്രത്തിലേക്ക് നമ്മെ നയിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് ഈ ഓരോ ചിത്രങ്ങളും. എന്തൊക്കെയാണ് ചിത്രങ്ങൾ? ഒന്ന് തളി ക്ഷേത്രം, രണ്ടാമത്തേത് മിഷ്കാൽ പള്ളി, മൂന്നാമത്തേത് എന്താണ്? ദേവമാതാ കത്തീഡ്രൽ. ഇനി ഇതൊരു കടൽപ്പാലമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത, കോഴിക്കോട്ടെ ചില ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. സാമൂതിരിയുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ് നടത്തിയിരുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ തളി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. ഇവിടെയാണ്, ഈ തളി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് രേവതി പട്ടത്താനം എന്ന ആ ഒരു വിജ്ഞാന സദസ്സ് പണ്ഡിത സദസ്സ് നിലവിലുണ്ടായിരുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധകേന്ദ്രമാണ് മിഷ്കാൽ പള്ളി. അപ്പം മിഷ്കാൽ പള്ളിയുടെ പ്രത്യേകത എന്താണ്? പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ ആ ഒരു യുദ്ധകേന്ദ്രമാണ് ഇത് മിഷ്കാൽ പള്ളി എന്ന് പറയുന്നത്. കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിൻ്റെ സ്മാരകമാണ് 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ. അപ്പോൾ ദേവമാതാ കത്തീഡ്രൽ പണി കഴിപ്പിച്ചത് 1513 പ്രത്യേകത എന്താണ്? ഇതിന് പോർച്ചുഗീസ് സാന്നിധ്യത്തിൻ്റെ സ്മാരകമാണ് ഈ ദേവമാതാ കത്തീഡ്രൽ എന്ന് പറയുന്നത്. ഇനി കടൽപ്പാലങ്ങൾ നൂറ്റാണ്ടുകളായി വിവിധ വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോട് ഉണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന് തെളിവാണ്. അപ്പോൾ ഇവിടെ ഈ കടൽപ്പാലം എന്താണ്? കോഴിക്കോട് മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കടൽപ്പാലം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കേരളത്തിലുടനീളം ധാരാളം സ്മാരകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ ഓരോന്നും പോയ കാലത്തിൻ്റെ ചരിത്രമാണ് നമ്മളോട് പറയുന്നത്. ഇനി ചില ചരിത്ര സ്മാരകങ്ങൾ തന്നിട്ടുണ്ട്. കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ്? ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ജില്ലകൾ കണ്ടെത്തി എഴുതാനും പറഞ്ഞിട്ടുണ്ട്. കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ചന്ദ്രഗിരി കോട്ട നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് ഏത്? നമ്മുടെ ചന്ദ്രഗിരി കോട്ട എന്ന് പറയുന്നത്. അതുപോലെ പുനലൂർ തൂക്കുപാലം എവിടെയാണ്? പുനലൂർ കൊല്ലം ജില്ലയിലാണ്. പുനലൂർ തൂക്കുപാലം ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. സിനഗോഗ് മട്ടാഞ്ചേരിയിലാണ്. സിനഗോഗ് കൊച്ചിയിലാണ്. ഇനി അതുപോലെ വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ്? നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് വാഗൺ ട്രാജഡി സ്മാരകം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്മാരകങ്ങളെന്ന് പറയുന്നത്. ഇനി സാഹിത്യ സ്രോതസ്സുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ലഭ്യമായ ചരിത്രരചനാ സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാഹിത്യ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. വ്യത്യസ്ത പ്രമേയമുള്ള നിരവധി സാഹിത്യകൃതികൾ ചരിത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ നമ്മെ സഹായിക്കുന്നവയാണ്.
കടൽ മകളായ കന്യക ഈ നഗരത്തിൽ വാസമുറപ്പിച്ചതുകൊണ്ടാണത്രേ കടലമ്മ ദീപാന്തരങ്ങളിൽ നിന്ന് രത്നങ്ങളൊക്കെ ചുമന്നു കൊണ്ടുവരുന്ന കപ്പലുകളെ തിരമാലകൾ കൊണ്ട് തട്ടി തട്ടി കോഴിക്കോട്ടെത്തിച്ചത്. അപ്പം ഈ ഒരു കൃതി എവിടെ നിന്നാണ്? കോകില സന്ദേശത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കോകില സന്ദേശത്തിലെ വരികളാണ് ഇവിടെ പറഞ്ഞത്. പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഉദ്ദണ്ഡ ശാസ്ത്രികൾ രചിച്ച കോകില സന്ദേശമെന്ന സംസ്കൃത സന്ദേശകാവ്യത്തിൽ കോഴിക്കോടിനെ കുറിച്ച് എഴുതിയ ഒരു ശ്ലോകത്തിൻ്റെ ആശയമാണ് നമ്മൾ മുകളിൽ വായിച്ചത്. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ ഉദ്ദണ്ഡ ശാസ്ത്രികൾ രചിച്ച കൃതി ഏതാണ്? സംസ്കൃത കൃതിയാണ് കോകില സന്ദേശം. ഇനി സംഘസാഹിത്യ കൃതികളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് തമിഴിൽ രചിക്കപ്പെട്ട സംഘസാഹിത്യ കൃതികൾ. പ്രധാനപ്പെട്ട സംഘസാഹിത്യ കൃതികൾ ഏതാണ്? പതുറ്റിപ്പത്ത്, പുറനാനൂറ്, അകനാനൂറ്, കുറുന്തോക്കൈ, നാറ്റിനൈ തുടങ്ങിയവ പ്രധാനപ്പെട്ട സംഘസാഹിത്യ കൃതികളാണ്. അപ്പോൾ ഇതുപോലെ വിവിധ ഭാഷകളിലായി വിവിധ കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ട ധാരാളം സാഹിത്യകൃതികൾ നമുക്ക് ലഭ്യമാണ്. ഈ കൃതികൾ രചിക്കപ്പെട്ട കാലത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ഈ കൃതികൾ എന്താണ്? ആ രചിക്കപ്പെട്ട കാലഘട്ടത്തിലെ ചരിത്രം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നത് ഈ സംഘകാല കൃതികളാണ്. അത് സംഘകാലഘട്ടത്തിൽ. ഇനി 12-15 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ. അപ്പോൾ മണിപ്രവാള കൃതികൾ രചിച്ചത് എത്ര നൂറ്റാണ്ടിലാണ്? 12 നൂറ്റാണ്ടിനും 15 നൂറ്റാണ്ടുകൾക്കും ഇടയിലായിട്ടാണ് മണിപ്രവാള കൃതികൾ രചിക്കപ്പെട്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും നമുക്ക് വിവരം നൽകുന്നത് ഏതാണ്? ഈ മണിപ്രവാള കൃതികളാണ്. അതായത് 12-15 നൂറ്റാണ്ടുകളിൽ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ച്, ആ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് ഈ മണിപ്രവാള കൃതികൾ എന്ത് ചെയ്യുന്നു? വിവരങ്ങൾ നൽകുന്നുണ്ട്. മലബാറിൽ നിന്നുള്ള വടക്കൻ പാട്ടുകൾ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. അപ്പോൾ മലബാറിൽ ഉള്ളതാണ് ഏത്? വടക്കൻ പാട്ടുകൾ മലബാറിൽ നിന്നുള്ളതാണ്. ഇത് മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ വടക്കൻ പാട്ടുകൾ. ഇനി 19-ാം നൂറ്റാണ്ടിൽ ചന്തുമേനോൻ രചിച്ച കൃതി ഏതാണ്? ഇന്ദുലേഖ മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇനി നമ്മൾ സഞ്ചാരക്കുറിപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. സഞ്ചാരക്കുറിപ്പുകൾ. അപ്പം ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും കച്ചവട കപ്പലുകൾ ഏറ്റവും വിശിഷ്ടങ്ങളായ സാധനങ്ങളുമായി ഇവിടെ വരികയും എളുപ്പത്തിൽ അവ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. നഗരത്തിലെ രക്ഷാ നടപടികളും നീതിപാലനവും ഏറ്റവും കാര്യക്ഷമമായി നടത്തി വരുന്നു. അതുകൊണ്ട് വിദേശങ്ങളിൽ നിന്നും ചരക്കുകളുമായി വരുന്ന വ്യാപാരികൾക്ക് യാതൊരു ഭയവുമില്ല. കമ്പോളത്തിലെ മുഴുവൻ ഉത്തരവാദിത്വവും രാജാവിനാണ്. കമ്പോളത്തിലെത്തിക്കുന്ന ചരക്കുകളുടെ 40-ൽ 1 ഭാഗം ചുങ്കമായിട്ട് കൊടുക്കണം. ഏതെങ്കിലും വ്യാപാരി മരണപ്പെടുകയോ ചരക്കുകൾ കയറ്റിയ കപ്പൽ പൊളിഞ്ഞ് അതിലെ ചരക്കുകൾ തുറമുഖത്ത് അടുക്കുകയോ ചെയ്താൽ ആ ചരക്കുകളെ സംബന്ധിച്ച യാതൊരു കൃത്രിമവും ഉണ്ടാകുന്നതല്ല. ഇവിടെ നിന്ന് പ്രധാനമായും കയറ്റി അയക്കുന്നത് കുരുമുളകാണ്. ഇവിടത്തുകാർ സമുദ്ര വ്യാപാരത്തിൽ സമർത്ഥരാണ്. അപ്പോൾ നമ്മുടെ പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖിൻ്റെ സഞ്ചാരക്കുറിപ്പിൽ നിന്നെടുത്ത കുറച്ച് വരികളാണ് നമ്മൾ മുകളിൽ കണ്ടത്. അപ്പോൾ എന്താണ്? എവിടത്തെ കാര്യത്തെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്? 15-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട്ട് വന്ന പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖ് കോഴിക്കോട് തുറമുഖത്തെ പറ്റി പറയുന്ന വിവരണമാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ കോഴിക്കോട് തുറമുഖത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്? അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും കച്ചവട കപ്പലുകൾ കോഴിക്കോട്ട് വരുന്നു. അതുപോലെ തന്നെ എന്താണ്? സാധനങ്ങൾ കൊണ്ടുവരികയും എളുപ്പത്തിൽ അവ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. ഇനി നഗരത്തിലെ രക്ഷാ നടപടികളും നീതിപാലനവും ഒക്കെ കാര്യക്ഷമമായ രീതിയിലാണ് അവിടെ നടന്നിരുന്നത്. വിദേശങ്ങളിൽ നിന്നും ചരക്കുകളുമായി വരുന്ന വ്യാപാരികൾക്ക് യാതൊരു ഭയവും വേണ്ട. കമ്പോളത്തിലെ മുഴുവൻ ഉത്തരവാദിത്വം കോഴിക്കോട് രാജാക്കന്മാരുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ കമ്പോളത്തിലെത്തിക്കുന്ന ചരക്കുകളുടെ 40-ൽ 1 ഭാഗം ചുങ്കമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിന്ന് എന്താണ് കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇനമെന്ന് പറയുന്നത് കുരുമുളകാണ്. അപ്പോൾ ഇങ്ങനെ കോഴിക്കോട് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തുറമുഖമായിരുന്നു. പ്രാദേശിക ചരിത്ര രചനയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നവയാണ് സഞ്ചാരക്കുറിപ്പുകൾ.
പ്രത്യേക സ്ഥലങ്ങൾ, സംഭവങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയുടെ നേരനുഭവങ്ങൾ നൽകാൻ സഞ്ചാരക്കുറിപ്പുകൾക്ക് കഴിയുന്നു. അപ്പോൾ ഒരു പ്രദേശത്ത് നമ്മൾ സഞ്ചരിച്ച് അവിടുത്തെ വിവരണങ്ങൾ എഴുതി വയ്ക്കുന്നത് എന്താണ്? ആ സ്ഥലത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയുന്നുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ഘടന, സാമൂഹിക ജീവിതം എന്നിവയിലേക്ക് വെളിച്ചം വീശുന്നത് ആ പ്രദേശത്തിലെ എന്താണ്? സഞ്ചാര കുറിപ്പുകളാണ്. ഇനി കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ചില വിദേശ സഞ്ചാരികളും അവരുടെ രാജ്യവുമാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് ആരാണ്? മെഗസ്തനീസിൻ്റെ രാജ്യം ഗ്രീസാണ്. ഇനി സുലൈമാൻ, അബ്ദുൾ റസാഖ് എന്നിവർ പേർഷ്യയിൽ നിന്നാണ് കേരളത്തിലോട്ട് വന്നത്. അതുപോലെ മാർക്കോ പോളോ വെനീസ് സഞ്ചാരിയാണ്. ഇബ്നു ബത്തൂത്ത മൊറോക്കൻ സഞ്ചാരിയാണ്. നിക്കോളോ കോണ്ടി വെനീസ് സഞ്ചാരിയാണ്. അപ്പോൾ മാർക്കോ പോളോ, നിക്കോളോ കോണ്ടി ഇവർ രണ്ടുപേരും വെനീസുകാരാണ്. മാഹിയാൻ എവിടുത്തെ ആളാണ്? ചൈനയാണ്. അതുപോലെ ബാർബോസ പോർട്ടുഗൽക്കാരനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സഞ്ചാരികളും അതുപോലെ അവരുടെ രാജ്യങ്ങളും. ഇനി ആത്മകഥകളും ജീവചരിത്രങ്ങളും എങ്ങനെയാണ് ഈ ചരിത്രരചനയ്ക്ക് സഹായകമാകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ചരിത്രരചനയ്ക്ക് ഉപയോഗിക്കാവുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് മിക്ക ആത്മകഥകളും ജീവചരിത്രങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ ആത്മകഥകളും ജീവചരിത്രങ്ങളും ഇവിടെ നമ്മുടെ തകഴിയുടെ ഒരു ആത്മകഥയാണ് പറയുന്നത്. എന്താണ്? ഞാൻ ആദ്യമായി ഒരു ഉടുപ്പിട്ടത് അമ്പലപ്പുഴ സ്കൂളിൽ പോയപ്പോഴാണ്. കേമ്പിരി തുണി കൊണ്ട് 2 ഉടുപ്പ് തയ്പ്പിച്ചു. വസ്ത്രങ്ങൾ തേക്കുന്ന ഏർപ്പാട് ഞങ്ങളുടെ നാട്ടിൽ അന്നില്ല. നല്ല കഞ്ഞിപ്പശയിൽ നീലം ചേർത്ത് മുണ്ട് പിഴിഞ്ഞുണക്കും. പിന്നീട് ഉരുളൻ തടി കൊണ്ട് തുണി മടക്കി തല്ലി ഒതുക്കിയെടുക്കും. ആദ്യമായി തേച്ച് ഷർട്ടിട്ടത് തിരുവനന്തപുരം ലോ കോളേജിൽ ചേർന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. സോപ്പ് തകഴിയിൽ അക്കാലത്ത് അപൂർവ വസ്തുവാണ്. തെങ്ങിൻ മാടൽ കത്തിച്ച ചാരം തെളിയൂറ്റിയെടുത്ത് അതിലാണ് മുണ്ട് വെളുപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ തകഴിയുടെ ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ആത്മകഥകളും ജീവചരിത്രങ്ങളും അതെഴുതിയ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ആ കാലത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് വിവരം നൽകുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി വർത്തമാന പത്രങ്ങൾ. ദൈനംദിന സംഭവങ്ങൾ അറിയാൻ നാം ഇന്ന് പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ തുടങ്ങിയവയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഈ പത്രങ്ങൾ കാലക്രമേണ ചരിത്രമറിയാനുള്ള പ്രധാന ഉപാധിയായി മാറും. ഇന്ത്യയിലെ വിദേശാധിപത്യത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ചരിത്ര വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്ന പ്രധാന സ്രോതസ്സാണ് എന്ത്? ആ കാലഘട്ടത്തിലെ വർത്തമാന പത്രങ്ങളെന്ന് പറയുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് അറിയാനും പത്രങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പത്രങ്ങളെന്ന് പറയുന്നത് നല്ലൊരു ചരിത്ര സ്രോതസ്സാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് പ്രാദേശിക ചരിത്ര രചനയിലേക്ക്. ഇനി എങ്ങനെയാണ് പ്രാദേശിക ചരിത്ര രചനയെന്ന് നോക്കാം. ഒരു നിശ്ചിത പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പ്രാദേശിക ചരിത്രം. ഇതുവരെ പരിചയപ്പെട്ട ചരിത്ര സ്രോതസ്സുകൾ പ്രധാനമായും മുഖ്യധാര ചരിത്ര രചനയ്ക്കാണ് സഹായകമാകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതും പഠിച്ചതൊക്കെ എന്താണ്? പ്രധാനമായും മുഖ്യധാര ചരിത്രത്തിന് സഹായകമാകുന്ന ചില രചനകളൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി പ്രാദേശിക ചരിത്ര രചനയ്ക്കായി നമ്മെ സഹായിക്കുന്ന ചില സ്രോതസ്സുകളുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ പ്രാദേശിക ചരിത്ര രചന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് കുടുംബ ചരിത്രം, സ്ഥലനാമ ചരിത്രങ്ങൾ, ഓർമ്മകൾ അല്ലെങ്കിൽ വാമൊഴികൾ, പ്രാദേശിക നിരീക്ഷണം, നാട്ടറിവുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, പാട്ടുകൾ, പണയരേഖകൾ, ആധാരങ്ങൾ, ഔദ്യോഗിക രേഖകൾ ഇവയൊക്കെ എന്തിനെ സഹായിക്കുന്നുണ്ട്? പ്രാദേശിക ചരിത്രരചനാ സ്രോതസ്സുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി പ്രാദേശിക നിരീക്ഷണം എങ്ങനെയാണ്? പ്രാദേശിക ചരിത്രരചന ചെറിയൊരു പ്രദേശത്തിൻ്റെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മ പഠനമാണ്. ഒരു പ്രദേശത്തിൻ്റെ സൂക്ഷ്മവശങ്ങൾ തിരിച്ചറിയാൻ പ്രാദേശിക നിരീക്ഷണം നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ഒരു കൊച്ചു പ്രദേശത്തിൻ്റെ, ചെറിയൊരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ സംഭവത്തിൻ്റെയോ സൂക്ഷ്മ പഠനമാണ് എന്തെന്ന് പറയുന്നത്? പ്രാദേശിക ചരിത്ര രചന എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഭൂപ്രദേശം, അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ, ദിക്ക്, സസ്യജന്തുജാലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ തുടങ്ങിയ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാദേശിക നിരീക്ഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പ്രാദേശിക നിരീക്ഷണം എന്താണെന്ന് മനസ്സിലായല്ലോ. പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ചരിത്ര രചനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ചരിത്ര രചനയ്ക്ക് ആവശ്യമായ എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് കണ്ടെത്താം? ഒന്നാമതായിട്ട് ആഹാരം, രണ്ടാമത് അവിടുത്തെ വസ്ത്രധാരണ രീതി, മൂന്നാമത് പാർപ്പിടം, ആരോഗ്യം, അതുപോലെ വിദ്യാഭ്യാസം, ഭാഷ, സാഹിത്യം,
ഇനി കല, അവിടുത്തെ വിനോദം, സഞ്ചാരം, വാർത്താവിനിമയം, ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പ്രാദേശിക നിരീക്ഷണത്തിലൂടെ നമുക്ക് ചരിത്ര രചനയ്ക്ക് ആവശ്യമായ വിവരങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഇനി ഓർമ്മകൾ അല്ലെങ്കിൽ വാമൊഴിയെക്കുറിച്ചാണ് പറയുന്നത്. നേരനുഭവങ്ങളുള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന മൊഴികളാണ് വാമൊഴി ചരിത്രങ്ങളെന്ന് പറയുന്നത്. പ്രാദേശിക ചരിത്രരചന നടത്താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ മുതിർന്ന ആളുകളുടെ ഓർമ്മകൾ ശേഖരിക്കുക ഏറെ പ്രധാനമാണ്. ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, വസ്ത്രധാരണ രീതി, രുചിശീലങ്ങൾ തുടങ്ങിയ ചരിത്രരചനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ വാമൊഴി വിവരണങ്ങൾ അനിവാര്യമാണ്. ഇനി ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ചില വ്യക്തികളുടെ ഓർമ്മകൾ ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ നമ്മെ സഹായിക്കും. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ്? ചില വ്യക്തികളുടെ, മുതിർന്ന വ്യക്തികളുടെ ഓർമ്മകൾ ഇതിനൊക്കെ സഹായകമാണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളും പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങളും വിശകലനം ചെയ്യാൻ ഈ ഓർമ്മകൾ സഹായിക്കുന്നു. ഇനി വാമൊഴി സ്രോതസ്സുകളെ മറ്റ് സ്രോതസ്സുകളോടൊപ്പം ചേർത്ത് വച്ച് പരിശോധിച്ച് വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഈ വാമൊഴി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് സത്യമാകണമെന്നില്ല, അത് പറഞ്ഞു കേട്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് മറ്റ് സ്രോതസ്സുകളോടൊപ്പം ചേർത്ത് എന്ത് ചെയ്യണം? അതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടതാണെന്ന് പറയുന്നുണ്ട്. ഇനി സ്ഥലനാമ ചരിത്രം. ഉദാഹരണത്തിന് കോഴിക്കോടിന് ആ പേരെങ്ങനെ കിട്ടി? അപ്പോൾ കോഴിക്കോടിന് ആ പേര് കിട്ടിയത് എങ്ങനെയാണ്? കോയിൽ അല്ലെങ്കിൽ കൊട്ടാരം എന്നും കോട്ട എന്നുമുള്ള രണ്ട് പദങ്ങൾ ചേർന്നാണ് കോയിൽ കോട്ട എന്നായിരുന്നു പഴയ പേര്. അപ്പോൾ കോഴിക്കോടിൻ്റെ ആദ്യകാല പേരെന്താണ്? കോയിൽ കോട്ട എന്നതായിരുന്നു. അപ്പോൾ കോയിലെന്ന് പറഞ്ഞാൽ കൊട്ടാരമെന്നും പിന്നെ അതുപോലെ കോട്ട എന്നത് ഈ രണ്ടും കൂടി ചേർത്തിട്ടാണ് കോയിൽ കോട്ട എന്ന് പേര് വന്നത്. കോയിൽ എന്നാൽ കൊട്ടാരം എന്നാണ് അർത്ഥം. കോട്ട കൊണ്ട് സംരക്ഷിച്ച കൊട്ടാരം എന്നാണ് കോയിൽ കോട്ട എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പിന്നീട് എന്ത് ചെയ്തു? കോഴിക്കോട് എന്നായി മാറിയെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇനി അതുപോലെ തൃശ്ശൂർ ഊർ, കണ്ണൂർ ഊർ, തലശ്ശേരി, തങ്കശ്ശേരി, അപ്പോൾ ഈ ഊര്, ചേരി, ഇതൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഊര് അല്ലെങ്കിൽ ചേരി എന്നീ വാക്കുകളിൽ അവസാനിക്കുന്ന സ്ഥലപ്പേരുകൾ ധാരാളമുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സ്ഥലനാമ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ സ്ഥലങ്ങൾക്ക് ആ പേര് ലഭിക്കുന്നത്. ഇനി കുടുംബ ചരിത്രം. കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക ചരിത്ര രചനയിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു സാഹിത്യ സ്രോതസ്സാണ്. ഒരു ഗ്രാമത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും വസ്തുനിഷ്ഠത ഉറപ്പാക്കി ശേഖരിക്കുക എന്നത് പ്രാദേശിക ചരിത്രാന്വേഷകൻ്റെ കടമയാണ്. അപ്പോൾ കുടുംബ ചരിത്രം, ചില കുടുംബങ്ങളുടെയൊക്കെ ചരിത്രം നമ്മൾ അന്വേഷിച്ച് അവരെക്കുറിച്ച് വിശദമായ തെളിവൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അത് നമ്മുടെ പ്രാദേശിക ചരിത്രത്തിന് അനിവാര്യമാണ്. ഇനി ഔദ്യോഗിക രേഖകൾ. താഴെ കൊടുത്തിരിക്കുന്ന വിവരണം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒരു വിവരണമാണ് തന്നിരിക്കുന്നത്. എന്താണ്? ഉപ്പ് നിയമം ലംഘിച്ചു. 1930 മെയ് 17 വൻ ജനാവലിയുടെ നേതൃത്വത്തിൽ 27 സ്ഥലങ്ങളിലായി കോഴിക്കോട് കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചു. കോഴിക്കോട്ടെ ഗുജറാത്തി നിവാസികൾ താൽപ്പര്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും വന്ന സത്യാഗ്രഹ വോളണ്ടിയർമാരും കൂടെ ചേർന്നു. കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുമായി നിയമലംഘകർ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ജാഥ നടത്തി. ഉപ്പുണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവർ കയ്യിൽ കരുതിയിരുന്നു. കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹ സമരത്തെ പോലീസ് ക്രൂരമായി നേരിട്ടു. സ്വാതന്ത്ര്യ സമര പതാക പോലീസിൽ നിന്നും സംരക്ഷിക്കാൻ പി കൃഷ്ണപിള്ളയും അബ്ദുറഹ്മാൻ സാഹിബും ഐതിഹാസികമായി പ്രതിരോധമാണ് നടത്തിയത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഔദ്യോഗിക രേഖയാണ്. പണ്ട് കാലത്ത് ഉള്ള ഒരു ഔദ്യോഗിക രേഖ ഇന്ന് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ തമിഴ്നാട് പുരാരേഖാ സമുച്ചയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ രേഖ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നാണ്. അപ്പോൾ ഈ രേഖയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? എന്താണ് ഈ വർഷം, ഏത് വർഷമാണ് ഉപ്പ് നിയമം ലംഘിച്ച വർഷം, ആരൊക്കെ അതിൽ പങ്കെടുത്തു, എന്തിനു വേണ്ടിയിട്ടാണ്, ആ കാര്യങ്ങളൊക്കെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. ഇനി പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകൾ താഴെ പറയുന്നവയാണ്. ഏതൊക്കെയാണ്? ഒന്നാമത് സെൻസസ് റിപ്പോർട്ടുകൾ, ഗസറ്റ് രേഖകൾ, കോടതി രേഖകൾ, സർവേ റിപ്പോർട്ടുകൾ, നികുതി രേഖകൾ, പോലീസ് റിപ്പോർട്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖ, ഇതൊക്കെ എന്താണ്? ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെടുന്നവയാണ്. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ നടന്ന സമരങ്ങൾ, കലാപങ്ങൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിലൂടെയാണ്? കോടതി രേഖകളിലൂടെയാണ്. ഒരു പ്രദേശത്തിലെ ജനസംഖ്യ, ജനവിഭാഗങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ നാം എന്തുപയോഗിക്കുന്നു? സെൻസസ് രേഖകളെയാണ് ആശ്രയിക്കുന്നത്.
ഇനി പണയരേഖകളുമുണ്ട്, ആധാരങ്ങളുമുണ്ട്. പണയരേഖകളും ആധാരങ്ങളും പ്രാദേശിക ചരിത്ര രചനയ്ക്ക് മുതൽക്കൂട്ടാണ്. അപ്പോൾ പ്രാദേശിക ചരിത്ര രചനയ്ക്ക് മുതൽക്കൂട്ടുകളാണ് എന്ത്? പണയരേഖകൾ, ആധാരങ്ങൾ മുതലായവ. ഇവയിൽ നിന്ന് വ്യക്തിവിവരങ്ങൾ, സ്വകാര്യ സ്വത്തുകൾ തുടങ്ങിയവയെക്കുറിച്ച് അറിവ് ലഭിക്കുന്നു. പിന്നെന്താണ്? നാട്ടറിവുകൾ, പാട്ടുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, കലാരൂപങ്ങൾ ഇതൊക്കെ പ്രാദേശിക ചരിത്ര രചനയ്ക്ക് സഹായകമാണ്. അപ്പോൾ പ്രാദേശിക ചരിത്ര രചനയ്ക്ക് ഏറെ സഹായകമായ സ്രോതസ്സുകളാണ് നാട്ടറിവുകളും പാട്ടുകളും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളും. അങ്ങാടികൾ, ചന്തകൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന വ്യാപാരങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ നാടിൻ്റെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്നവയാണ്. കൂരൻ, ചോഴൻ, പഴവരി, കുറക്കൊങ്ങണം, വെണ്ണക്കണ്ണൻ, മോടൻ, കാടൻ, കുറുവ, കൊടിയൻ, പങ്കി, പൊങ്കാളി, ചെന്നൽ, ആനക്കോടൻ, കിളിയിറ, കനങ്ങാരിയൻ, വീരവിത്തൻ, കാണാം മറ്റും പലവിധമുടൻ നെല്ലു കല്യാണ കീർത്തി. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഉണ്ണുനീലി സന്ദേശത്തിൽ പറയുന്ന നെല്ലുകളുടെ പല പേരുകളാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഏതെല്ലാം പ്രാദേശിക നെൽവിത്തിനങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് ഈ വരികളിൽ നിന്ന് ലഭിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞത് എന്താണ്? കൂരൻ, ചോഴൻ ഇതൊക്കെ പഴയ കാലത്തുണ്ടായിരുന്ന നെല്ലിനങ്ങളാണ്. പുരാരേഖകൾക്കും ചരിത്ര സ്മാരകങ്ങൾക്കും പുറമെ സ്മരണകൾ, പാട്ടുകൾ, അതുപോലെ പഴഞ്ചൊല്ലുകൾ, പിന്നെന്താണ്? കഥകൾ, നാട്ടുവ്യാഖ്യാനങ്ങൾ, നോട്ടീസുകൾ, ക്ഷണക്കത്തുകൾ ഇവയെല്ലാം സ്രോതസ്സുകളാക്കി എഴുതുന്ന ചരിത്രമാണ് പ്രാദേശിക ചരിത്രം. അപ്പോൾ പ്രാദേശിക ചരിത്രത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം? പുരാരേഖകളും ചരിത്ര സ്മാരകങ്ങൾക്കും പുറമെ സ്മരണകൾ, പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ, കഥകൾ, നാട്ടുവ്യാഖ്യാനങ്ങൾ, നോട്ടീസുകൾ, ക്ഷണക്കത്തുകൾ ഇവയൊക്കെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? പ്രാദേശിക ചരിത്ര രചനയ്ക്ക് ഉപയോഗിക്കാം. പ്രദേശത്തിൻ്റെ സമഗ്ര ജീവിതശൈലിയും ദൈനംദിന ജീവിതവും പ്രാദേശിക ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നു. നാം ഓരോരുത്തരും ബന്ധപ്പെടുന്ന സമൂഹത്തിൻ്റെ ചിത്രീകരണമാണ് പ്രാദേശിക ചരിത്രം. അപ്പോൾ മുകളിൽ പറഞ്ഞ സ്രോതസ്സുകൾ പ്രയോജനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം? പ്രാദേശിക ചരിത്ര രചന നടത്താനാകും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാദേശിക ചരിത്ര രചന ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ്? അവിടുത്തെ ഭൂപ്രകൃതി ശ്രദ്ധിക്കണം. പ്രാദേശിക ചരിത്ര പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന പ്രദേശത്തിൻ്റെ കൃത്യമായ ഭൂമിശാസ്ത്ര അതിരുകൾ, പ്രകൃതിദത്ത പ്രത്യേകതകൾ, കുന്നുണ്ടോ, നദിയുണ്ടോ, തണ്ണീർത്തടമുണ്ടോ ഇവയൊക്കെ ചരിത്ര രചനയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഉൾപ്പെടുത്തിയിരിക്കണം. ഇനി രണ്ടാമതെന്താണ്? അവിടുത്തെ ചരിത്ര സ്മാരകങ്ങൾ, പ്രദേശത്തെ ആവാസ കേന്ദ്രങ്ങൾ, മഹാശിലകൾ, ശിലാലിഖിതങ്ങൾ, കോട്ടകൾ, ആരാധനാലയങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കണം. ഇനി എന്താണ്? ഉപജീവനം. പ്രദേശത്തെ പ്രധാന കൃഷി എന്താണ്? കൈത്തൊഴിൽ, വാണിജ്യ കേന്ദ്രങ്ങൾ, ആതുര ശുശ്രൂഷ, വൈദ്യം എന്നിവയെക്കുറിച്ച് സൂചനകൾ ഉണ്ടായിരിക്കണം. ഇനി അതിജീവന മാതൃകകൾ, പേമാരി, വരൾച്ച, പകർച്ചവ്യാധികൾ, ദാരിദ്ര്യം, കുടിയിറക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളെ പ്രതിരോധിച്ചതിൻ്റെ വിശകലനം ഉൾപ്പെടുത്തണം. ഇനി സാംസ്കാരിക സ്ഥാപനങ്ങൾ, പ്രദേശത്തെ വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം, വായനാശാലകൾ തുടങ്ങിയവ വിവരിക്കണം. ഭൂബന്ധങ്ങൾ അതായത് പ്രദേശത്തെ കാർഷിക ബന്ധങ്ങൾ, ജന്മി സമ്പ്രദായം, പഴയ സ്ഥിതിവിവര കണക്കുകൾ എന്നിവയെ സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തണം. ദേശീയ ബോധം, പ്രദേശത്തെ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, ദേശീയ പ്രസ്ഥാനം, ദേശീയ വ്യക്തിത്വങ്ങൾ എന്നിവ പ്രതിപാദിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസനവും, പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പ്രാദേശിക ചരിത്ര രചനയിൽ രേഖപ്പെടുത്തണം. ഇനി ഗ്രന്ഥസൂചി. ചരിത്രരചനയുടെ ആധികാരിക ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് എന്ത്? ഗ്രന്ഥസൂചി അല്ലെങ്കിൽ ബിബ്ലിയോഗ്രാഫി എന്ന് പറയും. ചരിത്രരചനയ്ക്കായി ഉപയോഗിച്ച എല്ലാ സ്രോതസ്സുകളുടെയും വിശദമായ പട്ടികയാണ് ഈ ഗ്രന്ഥസൂചി അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. പഠനത്തിൻ്റെ അവസാന ഭാഗത്താണ് ഗ്രന്ഥസൂചി നൽകുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്ത് നമ്മൾ പ്രാദേശിക ചരിത്ര രചനയ്ക്ക് ഉൾപ്പെടുത്തേണ്ടത്. ഇനി പ്രാദേശിക ചരിത്ര രചനയുടെ ഘടന പറയുമ്പോൾ അതിനെന്തുണ്ടായിരിക്കണം? ഒരു തലക്കെട്ടുണ്ടായിരിക്കണം, ഒരു ഉള്ളടക്കം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കുട്ടികൾ നമ്മളത് ചെയ്യുമ്പോൾ കുട്ടിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കണം, സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? നന്ദി പ്രസ്താവന നമ്മളതിൽ കൊടുത്തിരിക്കണം. ആമുഖം, അധ്യായങ്ങൾ, ഉപസംഹാരം, പരാമർശങ്ങൾ, അതായത് അതിൽ അഭിമുഖത്തിൽ പങ്കെടുത്തവരുടെ പേര്, സന്ദർശിച്ച സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവ രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെന്താണ്? അനുബന്ധങ്ങൾ, അതിൽ ഫോട്ടോകൾ, പാട്ടുകൾ, ചോദ്യാവലികൾ ഇവയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കണം. അവസാനമായിട്ട് ഇതിൽ എന്ത് ഉൾപ്പെടുത്തണം? ഗ്രന്ഥസൂചി അല്ലെങ്കിൽ ബിബ്ലിയോഗ്രാഫി ഉൾപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു പ്രാദേശിക ചരിത്ര രചന നടത്തേണ്ടത്. അപ്പോൾ പ്രാദേശിക ചരിത്ര രചനയുടെ രീതികളെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.